ലഡാക്കിൻ്റെ പ്രത്യേക പദവിക്കും പരിസ്ഥിതി സംരക്ഷണത്തിനുമായി പോരാടുന്ന സോനം വാങ്ചുക്കിൻ്റെ കേസിൽ കേന്ദ്ര സർക്കാരിന് സുപ്രീം കോടതിയുടെ രൂക്ഷ വിമർശനമുണ്ടായിരിക്കുകയാണ്. നമ്മൾ ജീവിക്കുന്നത് ആർട്ടിഫിഷ്യൽ ഇൻ്റലിജൻസ് യുഗത്തിലാണ് എന്ന് ഓർമ്മിപ്പിച്ചുകൊണ്ടാണ് കോടതി സർക്കാരിനെ തിരുത്തുന്നത്. വാങ്ചുക്കിൻ്റെ പ്രസംഗങ്ങളുടെ ട്രാൻസ്ക്രിപ്റ്റ് ഹാജരാക്കുന്നതിൽ കാലതാമസം വരുത്തിയതാണ് കോടതിയെ ചൊടിപ്പിച്ചത്. ലഡാക്കിനെ ഭരണഘടനയുടെ 6-ാം ഷെഡ്യൂളിൽ ഉൾപ്പെടുത്തണമെന്നാവശ്യപ്പെട്ട് ഡൽഹിയിലേക്ക് നടത്തിയ പദയാത്രയ്ക്കിടെയാണ് സോനം വാങ്ചുക്കിനെ പോലീസ് കസ്റ്റഡിയിലെടുത്തത്. ഇതിനെതിരെയുള്ള ഹർജി പരിഗണിക്കവേ വാങ്ചുക്ക് നടത്തിയ പ്രസംഗങ്ങളിൽ പ്രകോപനപരമായ ഉള്ളടക്കമുണ്ടോ എന്ന് പരിശോധിക്കാൻ അതിൻ്റെ രേഖാമൂലമുള്ള വിവർത്തനം കോടതി ആവശ്യപ്പെട്ടിരുന്നു. ട്രാൻസ്ക്രിപ്റ്റുകൾ തയ്യാറാക്കാൻ സമയം വേണമെന്ന കേന്ദ്ര സർക്കാരിൻ്റെ വാദത്തെ കോടതി തള്ളി. ആർട്ടിഫിഷ്യൽ ഇൻ്റലിജൻസ് ഉപയോഗിച്ച് നിമിഷങ്ങൾക്കുള്ളിൽ വിവർത്തനം സാധ്യമായ കാലത്ത് എന്തിനാണ് കാലതാമസമെന്ന് കോടതി ചോദിച്ചു. സമാധാനപരമായ പ്രതിഷേധം നടത്തുന്നവരെ തടഞ്ഞു വയ്ക്കുന്നത് പൗരൻ്റെ മൗലികാവകാശങ്ങളുടെ ലംഘനമാണോ എന്ന് കോടതി പരിശോധിക്കുകയാണ്. ഡിജിറ്റൽ ഇന്ത്യയെക്കുറിച്ച് സംസാരിക്കുന്ന സർക്കാർ സാങ്കേതികവിദ്യ ഉപയോഗപ്പെടുത്തുന്നതിൽ പിന്നോട്ടു പോകുന്നത് വൈരുദ്ധ്യമാണെന്നും കോടതി നിരീക്ഷിക്കുന്നുണ്ട്. ജസ്റ്റിസുമാരായ സൂര്യകാന്ത്, ഉജ്ജൽ ബുയാൻ എന്നിവരടങ്ങിയ ബെഞ്ചാണ് ഈ പരാമർശം നടത്തിയത്. ലഡാക്കിലെ ജനങ്ങളുടെ ആശങ്കകൾ പരിഹരിക്കാൻ കേന്ദ്ര സർക്കാർ എന്ത് നടപടിയാണ് സ്വീകരിച്ചതെന്നും അത് വ്യക്തമാക്കാനും കോടതി ആവശ്യപ്പെട്ടു. ഭരണ സംവിധാനങ്ങൾ ആധുനിക സാങ്കേതിക വിദ്യകൾ സ്വാംശീകരിക്കേണ്ടതിൻ്റെ ആവശ്യകതയിലേക്കാണ് സുപ്രീം കോടതി വിരൽ ചൂണ്ടുന്നത്. ഒരു വ്യക്തിയുടെ കേസ് എന്നതിനപ്പുറം ഡിജിറ്റൽ യുഗത്തിൽ നിയമവ്യവസ്ഥയും അന്വേഷണ ഏജൻസികളും എത്രത്തോളം വേഗത കൈവരിക്കണം എന്ന വലിയ ചർച്ചയ്ക്കും ഈ കേസ് വഴിയൊരുക്കുന്നുണ്ട്. സോനം വാങ്ചുക്കിൻ്റെ പോരാട്ടം ലഡാക്കിൻ്റെ മണ്ണിൽ മാത്രമല്ല, ഇപ്പോൾ ഇന്ത്യയിലെ പരമോന്നത നീതിപീഠത്തിലും പുതിയ മാറ്റങ്ങൾക്ക് കാരണമാവുകയാണ്. വരും ദിവസങ്ങളിൽ കേസിൽ കോടതിയുടെ ഭാഗത്തുനിന്ന് കൂടുതൽ ഇടപെടലുകൾ പ്രതീക്ഷിക്കാം നമുക്ക്.